നമസ്കാരം. ഇത് രണ്ടാം തവണയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ വർഷം ചൊരിയുന്നത്. ഏതാണ്ട് 5 മാസം മുമ്പ് ഏപ്രിലായിരുന്നു ആദ്യം ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും അടക്കം ഏതാണ്ട് 300ഓളം മിസൈലുകൾ ഏതാണ്ട് 1800 കിലോമീറ്റർ അപ്പുറയുള്ള ഇസ്രായേലിൻ്റെ ആകാശത്തേക്ക് അയച്ചത്. ഇസ്രായേൽ സേന ഡമാസ്കസിലെ ഇറാൻ എംബസിക്ക് ബോംബ് വെച്ച് ഒരു ഇറാൻ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായിരുന്നു അത്. അന്നൊരു ഫലസ്തീൻ ബാലികയ്ക്ക് പരിക്കേറ്റതൊഴിച്ചാൽ ആർക്കും ഒന്നും സംഭവിച്ചില്ല. പിന്നീട് ഈ 5 മാസത്തിനിടയിൽ അന്നത്തെ ഇറാന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ കൊല്ലപ്പെടുന്നു. പ്രസിഡന്റ് ഹെലികോപ്റ്ററിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ ഇസ്രയേൽ ഉണ്ടോ എന്ന സംശയം ഇപ്പോഴും ഇറാന് മാറിയിട്ടില്ല. ഇറാന്റെ സുരക്ഷയിൽ വിശ്വസിച്ച് തെഹ്റാനിലെത്തിയ ഹമാസിന്റെ തലവൻ ഇസ്മയിൽ ഹനിയെ ഇറാൻ ഒരുക്കിയ സുരക്ഷാ കവചങ്ങൾക്കിടയിൽ നിന്നും ഇസ്രായേൽ കൊന്നുകളയുന്നു. ഇറാന്റെ ഇസ്രായേലിനെതിരെയുള്ള നിഴൽയുദ്ധത്തിന്റെ തലവനായ ഹിസ്ബുള്ളയുടെ തലവൻ സയ്യിദ് ഹസൻ നസറുള്ളയെ ഭൂമിക്കടിയിലെ സുരക്ഷിത തുരങ്കത്തിൽ ചെന്ന് ഇസ്രായേൽ വകവരുത്തുന്നു. ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും കമാൻഡർമാരെയും തലവന്മാരെയും ഒക്കെ കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് ഇസ്രായേൽ വധിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും മതിയാവാതെ ഇസ്രായേൽ ലെബനന്റെ മണ്ണിലേക്ക് അധിനിവേശം നടത്തുന്നു. ഹിസ്ബുള്ള പ്രതിരോധിക്കുന്നുണ്ട്, ചെറുത്തു നിൽക്കുന്നുണ്ട്. ഇന്നലെ 8 ഇസ്രായേലി സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടത് ആ പ്രതിരോധത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇറാന് പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതായി. ഇറാൻ സൃഷ്ടിച്ചെടുത്ത ഹിസ്ബുള്ളയും ഹൗത്തികളും ഒക്കെ ആക്രമിക്കപ്പെടുമ്പോഴും അവരുടെ തലവന്മാർ കൊല്ലപ്പെടുമ്പോഴും ഇറാൻ പിന്തുണയ്ക്കുന്ന ഹമാസ് തുരങ്കത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റപ്പെടുമ്പോഴും ഇറാൻ അധികകാലം നോക്കി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇറാനിയൻ ജനതയ്ക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ഭരണകൂടത്തിനെതിരെയുള്ള വിപ്ലവമായി മാറുകയും ചെയ്യാം. അങ്ങനെയാണ് ഇറാൻ മനസ്സില്ലാ മനസ്സോടെ രണ്ടും കൽപ്പിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. പക്ഷെ ഫലസ്തീൻ അതിർത്തി പ്രദേശത്ത്, അതായത് വെസ്റ്റ് ബാങ്കിൽ ഒരു ഫലസ്തീനിയുടെ ജീവൻ എടുത്തതൊഴിച്ചാൽ ഒരാൾക്ക് പോലും പരിക്കേൽക്കാത്ത വിധത്തിൽ ഇസ്രായേൽ ജനതയെ ആ രാജ്യം സംരക്ഷിച്ചു. അതെങ്ങനെയാണ് അവർക്കിത് സാധ്യമാകുന്നത്? നമ്മൾ ഇസ്രായേലിന്റെ അയൺ ഡോമിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് വാർത്തകളും ഒരുപാട് ആഘോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അയൺ ഡോം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അയൺ ഡോം മാത്രമാണോ ഇസ്രായേലിന് സംരക്ഷണ കവചമൊരുക്കുന്നത്? അതേക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ വീഡിയോ. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം 3 ലെയറുകളുള്ളതാണ്. ഈ ത്രിതല സംവിധാനത്തിൽ ഒന്ന് മാത്രമാണ് വാസ്തവത്തിൽ അയൺ ഡോം. അയൺ ഡോം ആണ് വാസ്തവത്തിൽ ഏറ്റവും കുറഞ്ഞ അകലത്തിൽ ആക്രമണം നടത്തുന്നത്. ദീർഘദൂരം പോയി മിസൈലുകളെയും ഡ്രോണുകളെയും റോക്കറ്റുകളെയും തകർക്കുന്നത് ആരോ എന്ന മിസൈൽ വേധ സംവിധാനമാണ്. ആരോയ്ക്ക് ഏതാണ്ട് 1500 മൈൽ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആരോ 1ഉം ആരോ 2ഉം ഉണ്ട്. ആരോ 2വിന്റെ വിശദാംശങ്ങൾ അവർ പുറത്തുപോലും ഇട്ടിട്ടില്ല. ഏത് ശത്രുവിന്റെ ആയുധത്തെയും തകർക്കാനുള്ള ശേഷി ആരോയ്ക്കുണ്ടെന്ന് പറയുന്നു. മറ്റൊന്ന് ഡേവിഡ് സ്ലിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഇത് മധ്യദൂര മിസൈൽ വേധ സംവിധാനമാണ്. വാസ്തവത്തിൽ ഹിറ്റ് ആൻഡ് കിൽ പോളിസിയിൽ അധിഷ്ഠിതമായി രൂപപ്പെടുത്തിയത്. ആയുധങ്ങൾ അതിനോടൊപ്പമില്ല, നേരെ പോയി ആക്രമിച്ച് ഭസ്മമാക്കുന്നു. അയൺ ഡോം തികച്ചും വ്യത്യസ്തമാണ്. കുറഞ്ഞ കാലയളവിൽ ഒരു 40 മൈൽ വരെ, അതായത് 60 കിലോമീറ്റർ വരെ അയൺ ഡോമിലെ ആയുധം സഞ്ചരിക്കും. എന്നാൽ ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ അയൺ ഡോമിലാണ്. 2012 ഇസ്രായേൽ അയൺ ഡോം അമേരിക്കയുടെ സഹായത്തോടെ വളർത്തിയെടുത്തത്. ഏതാണ്ട് 9-10 വർഷം കഴിഞ്ഞപ്പോൾ അത് അടുത്ത സ്റ്റേജിലേക്ക് ഉയർത്തി. ആദ്യ സ്റ്റേജിലെ പരാജയങ്ങളൊക്കെ പരിശോധിച്ച് ഇല്ലാതാക്കിക്കൊണ്ടാണ് അയൺ ഡോം 2ാം സ്റ്റേജിലേക്ക് പുതുക്കിയത്. അയൺ ഡോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് കാലാവസ്ഥയിലും അത് പ്രവർത്തിക്കുമെന്നതാണ്. മഞ്ഞോ മഴയോ കാറ്റോ ഒന്നും അയൺ ഡോമിന് പ്രശ്നമല്ല. അയൺ ഡോമിന് 3 സിസ്റ്റമാണുള്ളത്. ആദ്യത്തേത് റഡാർ അധിഷ്ഠിത സംവിധാനമാണ്. അതാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചലനമുണ്ടെങ്കിൽ, ഇങ്ങോട്ട് റോക്കറ്റുകൾ വരികയാണെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യുന്ന പണിയാണ് അതിനുള്ളത്. രണ്ടാമത്തേത് കമ്പ്യൂട്ടർ അടങ്ങിയ ഒരു ശൃംഖലയാണ്. അതിന്റെ പണി കണക്ക് കൂട്ടലാണ്. റഡാർ ഒരു മിസൈലിനെയോ റോക്കറ്റിനെയോ ഡ്രോണിനെയോ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കുക, അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ്, അത് എത്ര ദൂരം വേഗതയിൽ പോകുന്നു, അത് എവിടെ ചെന്ന് പതിക്കാനിടയുണ്ട്, അതിന്റെ പ്രഹരശേഷി എത്രമാത്രമാണ് തുടങ്ങിയവ പഠിക്കുകയും വിലയിരുത്തുകയും കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് രണ്ടാമത്തെ സംവിധാനമാണ്. മൂന്നാമത്തേതാണ് ലോഞ്ചർ. ഈ കാൽക്കുലേഷന്റെ അടിസ്ഥാനത്തിൽ മിസൈൽ വിട്ട് എതിർ മിസൈലിനെ തച്ചുടയ്ക്കുന്നതാണ് മൂന്നാമത്തെ ലോഞ്ചർ. കോടിക്കണക്കിന് രൂപ ചെലവുള്ള സംവിധാനം, വലിയൊരു ബാറ്ററി സംവിധാനമാണ്.
ഈ ബാറ്ററി സംവിധാനത്തിലാണ് ഈ 3 സിസ്റ്റം ഉള്ളത്. ഒരു ബാറ്ററി സംവിധാനത്തിൽ തന്നെ 20 മിസൈലുകൾ അയക്കാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് പണമാണ് ഇതിന് വേണ്ടി വരുന്നത്. ഒരു ബാറ്ററി സംവിധാനത്തിന് തന്നെ ഏതാണ്ട് 8-10 മില്യൺ പൗണ്ട് ചെലവാകും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു മിസൈൽ പറന്നു പോകുമ്പോൾ തന്നെ, പ്രതിരോധ മിസൈൽ പറന്നു പോകുമ്പോൾ തന്നെ ഏതാണ്ട് 50 ലക്ഷം രൂപ ചെലവ് ആ ഒരു മിസൈലിന് മാത്രം, അത് പറന്നു പോകുന്നതിന് മാത്രം ചെലവാകും. അതുകൊണ്ട് തന്നെ ഈ അയൺ ഡോമിന്റെ ഒരു പ്രത്യേകത എല്ലാ മിസൈലുകളെയും അവർ ആക്രമിക്കില്ല എന്നതാണ്. ഒരു മിസൈൽ ഇങ്ങോട്ട് വന്നാൽ ആ മിസൈൽ കാൽക്കുലേറ്റ് ചെയ്ത് അതിന് പ്രഹരശേഷി നോക്കി അതെവിടെ പതിക്കും, ഇസ്രായേൽ ഭൂമിയിൽ തന്നെ പതിക്കണമെന്ന് നിർബന്ധമില്ല. അത് ഇസ്രായേൽ ഭൂമിയിലെ ജനവാസ കേന്ദ്രത്തിൽ പതിക്കുമോ എങ്കിൽ മാത്രമേ അതിനെ പ്രതിരോധിക്കൂ. അത് പോയി വീഴുന്നത് മരുഭൂമിയിലാണെങ്കിൽ, അല്ലെങ്കിൽ കടലിലാണെങ്കിൽ, അല്ലെങ്കിൽ ആൾതാമസമില്ലാത്ത ഇടങ്ങളിലാണെങ്കിൽ അത് ഗൗനിക്കില്ല. അങ്ങനെ പ്രത്യേകതരം ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ 200 മിസൈലുകൾ അയച്ചു, 151 മിസൈലുകൾ അയച്ചു. ഈ 151 മിസൈലുകളിൽ 90% മിസൈലുകളെയും തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. 10% മിസൈലുകൾ അവ ഒരുപക്ഷെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാണാം. പക്ഷേ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്ന ആൾപ്പാർപ്പുള്ളതോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തകർക്കുന്നതോ ആയിരുന്നില്ല. അത് അയൺ ഡോം അവഗണിച്ചു. വളരെ കൃത്യതയാണ്, 90% റിസൾട്ടാണ് അയൺ ഡോമിന് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രതിരോധ സംവിധാനമായി മാറുകയും അത് കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഒരുപക്ഷെ ഇസ്രായേലിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ്, ഇന്ത്യ പോലും അയൺ ഡോം ഓർഡർ ചെയ്തിട്ടുണ്ട്. വലിയ തോതിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നത് അയൺ ഡോമാണ്. ഇത് മാത്രമല്ല, ശത്രു ആയുധം തൊടുക്കുമ്പോൾ തന്നെ ഇവരത് തിരിച്ചറിയുകയും ഇതിന് സമയം കൃത്യമായി കണക്കാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയം നിശ്ചയിച്ചുകൊണ്ട് ആളുകൾക്ക് ബങ്കറിലേക്ക് മാറാനുള്ള സംവിധാനവുമുണ്ട്. ഇസ്രായേൽ അവരുടെ സുരക്ഷ ഒരുക്കുന്നത് എങ്ങനെയാണ്? വാസ്തവത്തിൽ അയൺ ഡോമുകളല്ല ഹിസ്ബുള്ള അയക്കുന്ന റോക്കറ്റുകളെ കൈകാര്യം ചെയ്യുന്നത്, അത് ഡേവിഡ് സ്ലിംഗ് ആണ്. കാരണം അയൺ ഡോമുകൾ ഇസ്രായേൽ ആകാശത്ത് എത്തുമ്പോൾ മാത്രം തച്ചുടയ്ക്കുന്നതാണ്. ഡേവിഡ് സ്ലിംഗിന് അതിന് മുമ്പ് തന്നെ തച്ചുടയ്ക്കാൻ കഴിയും. ഈ ഒരു സംവിധാനങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഇസ്രായേൽ അവരുടെ പ്രതിരോധ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ആ പ്രതിരോധ സംവിധാനത്തിൽ വിശ്വസിച്ചാണ് ഇസ്രായേലികൾ കഴിയുന്നത് എന്ന് മാത്രമല്ല, 1-2 മിനിറ്റ് കൊണ്ട് ഇവർക്ക് സുരക്ഷിത താവളത്തിലേക്ക്, അവർ എവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും റോഡിലാണെങ്കിലും വാഹനം ഓടിക്കുകയാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒക്കെ അവർക്ക് സുരക്ഷാ സ്ഥാനത്തേക്ക് മാറാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും ഇസ്രായേലിൻ്റെ ഈ സമാനതകളില്ലാത്ത സംവിധാനമാണ് ആ രാജ്യത്തെ ജനതയെ പിടിച്ചു നിർത്തുന്നത്. അത് സംരക്ഷിക്കാതിരിക്കാൻ ഇസ്രായേലിന് നിവൃത്തിയില്ല. കാരണം അടിസ്ഥാനപരമായി ഇസ്രായേൽ ഈ ഭൂമുഖത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളും ലോകത്തെല്ലായിടത്തുമുള്ള ഭീകര സംഘടനകളും കരുതുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 3/4 നൂറ്റാണ്ടായി ഇസ്രായേലിനെ തുടച്ചു നീക്കാനുള്ള യത്നത്തിലാണ് അവർ. അതിന് എല്ലാ സംവിധാനങ്ങളും, എല്ലാ പണവും, എല്ലാ രീതികളുമുണ്ട്. ഇസ്രായേൽ ഇല്ലാത്ത ഒരു ലോകമാണ് അവർ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് ഒരു ഹമാസിനെ തച്ചുടച്ചാലും, ഒരു ഹിസ്ബുള്ളയെ തച്ചുടച്ചാലും, ഒരു ഇറാനെ കത്തിച്ചു കളഞ്ഞാലും ഒന്നും വാസ്തവത്തിൽ ഇസ്രായേലിന്റെ ഭീഷണിയോ ഭീതിയോ ആശങ്കയോ മാറുകയില്ല. പക്ഷെ ഇസ്രായേലിന് മുമ്പിലുള്ള വഴി പ്രതിരോധിക്കുക, ചുറ്റിനും കവചം സൃഷ്ടിച്ച് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഇസ്രായേൽ ജനത സുരക്ഷിതരായി അവിടെ കഴിയുന്നൊന്ന് സംവിധാനം ഒരുക്കുകയാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ജനങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇസ്രായേൽ 75 കൊല്ലം മുമ്പ് സൃഷ്ടിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള മനുഷ്യരങ്ങോട്ട് എത്തിയതാണ്. അവരൊക്കെ ഇപ്പോഴും ഇരട്ട പൗരത്വം അടക്കമുള്ളവ സൂക്ഷിക്കുന്നവരാണ്. എന്തായാലും ഇസ്രായേലിന്റെ ഈ പ്രതിരോധ സംവിധാനം ലോകത്തിന് അത്ഭുതമാണ്. ഇസ്രായേൽ മിത്രങ്ങളായ രാജ്യങ്ങൾക്ക്, ഇന്ത്യയെ പോലുള്ള മിത്രങ്ങളായ രാജ്യങ്ങളെ അവർ ഈ സംവിധാനം ഉപയോഗിച്ച് സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഇതിന്റെ തുടർച്ച തന്നെയാണ് മൊസാദിന്റെ കഴിവ്. ഇന്ത്യയിൽ ആരെങ്കിലും ഭീകരാക്രമണ പദ്ധതിക്ക് രൂപം കൊടുത്താൽ അത് ആദ്യം അറിയുന്നത് ഇസ്രായേലാണ്, മൊസാദാണ്. മൊസാദ് ഇന്ത്യക്ക് അത് കൈമാറുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ പാതയിലൂടെ ഇന്ത്യ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇസ്രായേലിന്റെ സമാനതകളില്ലാത്ത ഈ വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്തിന് മുഴുവൻ മാതൃകയാണ്, അമേരിക്കയ്ക്ക് പോലും അത്ഭുതവുമാണ്.